വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 അക്കൗണ്ടൻസിയുടെ 5ാമത്തെ അധ്യായമായ BRS അഥവാ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അഥവാ BRS എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പ്രധാനമായും ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ 2 ടോപ്പിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണ്? കോൺസെപ്റ്റ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ കോൺസെപ്റ്റ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നതിനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. രണ്ടാമത് കൊടുത്തിട്ടുള്ളത് എന്തിനെ പറ്റിയിട്ടാണ് ഫോക്കസ് ഏരിയയിൽ? കോഴ്സസ് ഓഫ് ഡിഫറൻസ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസും വ്യത്യാസം വരാനുള്ള കാരണങ്ങളെ പറ്റിയിട്ടാണ് രണ്ടാമത് പഠിക്കേണ്ടത്. ഒന്ന്, കോൺസെപ്റ്റ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. 2, കോസസ് ഓഫ് ഡിഫറൻസ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് പാസ്ബുക്ക് ബാലൻസ്. ഈ 2 കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ ആദ്യം പഠിക്കാൻ കൊടുത്തിട്ടുള്ളത് എന്തിനെ പറ്റിയിട്ടാണ്? കോൺസെപ്റ്റ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് prepared by the depositor for the purpose of reconciling or making agree the cash book balance with the passbook balance on a certain date by making suitable adjustment. Bank reconciliation statement is a statement prepared by the depositor for the purpose of reconciling or making agree the cash book balance with the passbook balance on a certain date by making suitable adjustment. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു അക്കൗണ്ട് അല്ല. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു അക്കൗണ്ട് അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രയൽ ബാലൻസിനെ പോലെ, ബാലൻസ് ഷീറ്റിനൊക്കെ പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അഥവാ BRS. BRS എന്ന് പറയുന്ന ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? ആരാണ് തയ്യാറാക്കുന്നത്? ഡെപ്പോസിറ്റർ ആണ് തയ്യാറാക്കുന്നത്. ബാങ്ക് അല്ല, ഡെപ്പോസിറ്റർ ആണ്, നിക്ഷേപകരാണ് എന്ത് തയ്യാറാക്കുന്നത്? ഈ BRS അഥവാ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ആരാണ് ഡെപ്പോസിറ്റർ? ആർക്കാണോ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്, ആർക്കാണോ ബാങ്കിൽ നിക്ഷേപം ഉള്ളത്, അവരെ നമ്മൾ എന്ത് വിളിക്കും? ഡെപ്പോസിറ്റർ എന്ന് വിളിക്കും. അഥവാ ഒരു ബാങ്കിന്റെ കസ്റ്റമറുകളെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? ഡെപ്പോസിറ്റർ എന്ന് വിളിക്കും. ഇങ്ങനെ ഡെപ്പോസിറ്റർ ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. അപ്പൊ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പർപ്പസ് എന്താണ്? Reconcile or making agree with the cash book balance with the passbook balance. Bank reconciliation statement is a statement prepared by the depositor for the purpose of reconciling or making agree with the cash book balance with the passbook balance. Cash book പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസും തുല്യമാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ തയ്യാറാക്കുന്ന ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും ബാങ്ക് തയ്യാറാക്കുന്ന പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും രണ്ടും ഒന്നാക്കാൻ വേണ്ടിയിട്ട്, രണ്ടും സെയിം ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട്, രണ്ടും ഒരേ തുകയാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാ പ്രിപ്പയർഡ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പ്രത്യേക ദിവസത്തിലാണ് എന്ത് തയ്യാറാക്കുന്നത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. സാധാരണയായിട്ട് എല്ലാ മാസത്തിന്റെ അവസാനമാണ് BRS അഥവാ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ഇനി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രകാരം എങ്ങനെയാണ് ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും ഈക്വൽ ആക്കുന്നത്, തുല്യമാക്കുന്നത് എങ്ങനെയാണ്? ബൈ മേക്കിംഗ് സ്യൂട്ടബിൾ അഡ്ജസ്റ്റ്മെന്റ്. ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തി ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഇടപാടുകളുടെ തുകയിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തി. ചില തുക ആഡ് ചെയ്തിട്ടും ചില തുക ലെസ് ചെയ്തിട്ടും,
ചില തുക കൂട്ടിയിട്ടും കുറച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും നമ്മൾ തുല്യമാക്കും. ഇങ്ങനെ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസും തുല്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റർ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. Bank reconciliation statement is a statement prepared by the depositor for the purpose of reconciling or making agree the cash book balance with the passbook balance on a certain date by making suitable adjustment. Depositor അദ്ദേഹത്തിന്റെ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസും തുല്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡേറ്റിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്, കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന, ഡെപ്പോസിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസിന്റെയും തുകകൾ തമ്മിൽ വ്യത്യാസം വരും, ബാലൻസ് തമ്മിൽ വ്യത്യാസം വരും. ഇങ്ങനെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും പാസ്ബുക്കിൽ കൊടുത്തിട്ടുള്ള ബാങ്ക് ബാലൻസും വ്യത്യാസം വരുമ്പോഴാണ് ആ വ്യത്യാസം വരുന്നത് ക്ലിയർ ചെയ്തിട്ട് ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും ഒരേ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പോ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് രണ്ട് ബുക്കുകളുടെ പേര് നിങ്ങൾ ഓർത്തു വെക്കണം. ഒന്ന് ക്യാഷ് ബുക്ക്, രണ്ട് പാസ്ബുക്ക്. ക്യാഷ് ബുക്ക് ആര് പ്രിപ്പയർ ചെയ്യുന്നതാണ്? ഡെപ്പോസിറ്റർ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ക്യാഷ് ബുക്കിൽ നമുക്ക് ഇടപാടുകൾ രേഖപ്പെടുത്താൻ കഴിയും, ബാങ്കിന് ക്യാഷ് ബുക്കിൽ ഇടപാടുകൾ രേഖപ്പെടുത്താൻ കഴിയില്ല. കാരണം ക്യാഷ് ബുക്ക് ഡെപ്പോസിറ്റർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. രണ്ടാമത്താണ് പാസ്ബുക്ക്. പാസ്ബുക്കിലാണ് നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന, നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടുകളും ബാങ്ക് റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ പാസ്ബുക്കിലാണ്. പാസ്ബുക്ക് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത്, ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ബാങ്ക് നമുക്ക് പാസ്ബുക്ക് തരും. ബാങ്ക് ആ പാസ്ബുക്ക് നമുക്ക് കയ്യിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. പക്ഷേ ആ പാസ്ബുക്കിൽ നമുക്ക് ഇടപാട് രേഖപ്പെടുത്താൻ കഴിയില്ല. അത് ആരാ രേഖപ്പെടുത്തുക? ബാങ്കാണ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ്, ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും തുല്യമല്ലാതെ വരുമ്പോൾ തുല്യമാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അഥവാ BRS. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കോൺസെപ്റ്റ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഈ ഫോക്കസ് ഏരിയയിൽ ഒന്നാമത് പഠിക്കാൻ കൊടുത്തിട്ടുള്ള ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. പിന്നീട് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ രണ്ടാമത് പഠിക്കാൻ എന്തിനെ പറ്റിയാണ് കൊടുത്തിട്ടുള്ളത്? കോസസ് ഓഫ് ഡിഫറൻസ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും തുല്യമാവാതിരിക്കാനുള്ള കാരണത്തിനെ പറ്റിയിട്ടാണ് രണ്ടാമത് പഠിക്കാനുള്ളത്. ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും വ്യത്യാസം വരാനുള്ള കാരണങ്ങൾ. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ബാങ്കിന്റെ ബാലൻസും ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന പാസ്ബുക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ബാങ്ക് ബാലൻസും വ്യത്യാസം വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ BRS, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ഇങ്ങനെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും വ്യത്യാസം വരാനുള്ള 8 കാരണങ്ങളെ പറ്റിയിട്ടാണ് ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. ഏതൊക്കെയാണ് 8 കാരണങ്ങൾ? ഒന്ന്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. രണ്ടാമത്തെ എന്താണ്? ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. മൂന്നാമത്തെ എന്താണ്? ഇൻട്രസ്റ്റ് എക്സെട്ര ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് നോട്ട് ഷോൺ ഇൻ ദി ക്യാഷ് ബുക്ക്. നാലാമത്തെ എന്താ? ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് നോട്ട് ഷോൺ ഇൻ ദി ക്യാഷ് ബുക്ക്. അഞ്ചാമത്തെ എന്താണ്? ചെക്ക് റിസീവ്ഡ് ബട്ട് ഡിസോണേഡ്. ചെക്ക് റിസീവ്ഡ് ബട്ട് ഡിസോണേഡ്. ആറാമത്തെ എന്താ? ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ടു ദ ബാങ്ക് ബൈ എ ട്രേഡേഴ്സ് കസ്റ്റമർ ഓർ ഡെപ്പോസിറ്റേഴ്സ് കസ്റ്റമർ. ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ടു ദ ബാങ്ക് ബൈ എ ട്രേഡേഴ്സ് കസ്റ്റമർ. അടുത്തെന്താണ്? ഏഴാമത്തത്, പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ നോട്ട് റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ നോട്ട് റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. എട്ടാമത്തെ എന്താണ്? ഡിസോണർ ഓഫ് എ ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്. ഡിസോണർ ഓഫ് എ ബിൽ
ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്. ഇങ്ങനെ 8 കാരണങ്ങളാണ് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസും വ്യത്യാസം വരാനുള്ള 8 കാരണങ്ങൾ. ഈ 8 കാരണങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും വ്യത്യാസം വരാനുള്ള ഒന്നാമത്തെ കാരണം എന്താണ്? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നമ്മൾ ഒരു കസ്റ്റമർക്ക് ചെക്ക് കൊടുത്തു. ഉടനെ തന്നെ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്ന ബുക്ക് ഏതാണ്? ക്യാഷ് ബുക്ക്. നമ്മൾ ഒരു കസ്റ്റമർക്ക് ചെക്ക് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തും. ക്രെഡിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ നമ്മൾ രേഖപ്പെടുത്തും. അപ്പൊ ക്യാഷ് ബുക്കിൽ നമ്മൾ ചെക്ക് കൊടുക്കുന്ന ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിൽ നിന്നും കുറച്ച് കാണിക്കും. ക്രെഡിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിക്കും. ഇനി നമ്മുടെ കയ്യിൽ നിന്നും ചെക്ക് വാങ്ങി കൊണ്ടുപോയ ആൾ ആ ചെക്ക് എന്നാണോ നമ്മുടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ആ ചെക്കിൽ നിന്നുള്ള പണം റിയലൈസ് ചെയ്യുന്നത്, ആ ചെക്കിലുള്ള പണം പണമാക്കി മാറ്റുന്നത്, അന്ന് മാത്രമേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പാസ്ബുക്കിൽ നിന്നും പണം കുറയുകയുള്ളൂ. അപ്പോ നമ്മൾ ഒരു കസ്റ്റമർക്ക് ചെക്ക് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിൽ നിന്നും ആ തുക കുറച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത് നിന്ന് ചെക്ക് വാങ്ങിക്കൊണ്ടുപോയ ആള് ആ ചെക്ക് പണമാക്കി മാറ്റാത്തിടത്തോളം കാലം പാസ്ബുക്കിൽ നിന്ന് ആ ചെക്കിന്റെ തുക കുറയില്ല. എന്നാണോ ആ ചെക്ക് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയ ആൾ പണമാക്കി മാറ്റുന്നത്, അന്ന് മാത്രമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നമ്മുടെ പാസ്ബുക്കിൽ നിന്നും ആ ചെക്കിന്റെ തുക കുറയുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മുടെ അടുത്ത് നിന്നും ചെക്ക് വാങ്ങിക്കൊണ്ടുപോയ ആൾ ആ ചെക്ക് പണമാക്കി മാറ്റിയിട്ടില്ല എങ്കിൽ അപ്പോഴെന്താ സംഭവിക്കുക? അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് നമ്മുടെ ക്യാഷ് ബുക്കിൽ നിന്ന് ബാലൻസ് നമ്മൾ കുറച്ചിട്ടുണ്ട്. നമ്മൾ ചെക്ക് കൊടുത്തപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ചിട്ടുണ്ട്, പാസ്ബുക്കിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. ഈ സെയിം എമൗണ്ട് പാസ്ബുക്കിൽ നിന്ന് കുറച്ച് കാണിച്ചിട്ടില്ല. കാരണം നമ്മുടെ അടുത്ത് നിന്ന് ചെക്ക് വാങ്ങിക്കൊണ്ടുപോയ ആൾ ആ ചെക്ക് പണമാക്കി മാറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ചെക്ക് വാങ്ങിക്കൊണ്ടുപോയ ആൾ പണമാക്കി മാറ്റാത്തിടത്തോളം കാലം, ആ ചെക്ക് പണമാക്കി മാറ്റാത്തിടത്തോളം കാലം നമ്മുടെ പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറഞ്ഞതുപോലെ പാസ്ബുക്കിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു സാഹചര്യം വന്നാൽ ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറഞ്ഞിട്ടും പാസ്ബുക്കിലെ ബാലൻസ് കുറയാതിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതാണ് ഈ ഒരു ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസ് വ്യത്യാസം വരാനുള്ള ഒന്നാമത്തെ കാരണം. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ഇൻ ദി ബാങ്ക്. ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ഇൻ ദി ബാങ്ക്. നമുക്കൊരു ചെക്ക് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിക്കും. ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിക്കുമ്പോൾ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ എമൗണ്ട് കൂടും. ഡെബിറ്റിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ എമൗണ്ട് കൂടുക എന്നാണല്ലോ അർത്ഥം. അപ്പോ നമുക്കൊരു ചെക്ക് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ അത് നമ്മുടെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും, ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തും. അപ്പോൾ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ കോളത്തിലെ തുക കൂടും, ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് കൂടും. നമുക്ക് ചെക്ക് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ആ ചെക്ക് പണമാക്കി മാറ്റണമെന്നില്ലല്ലോ. ഒരു ചെക്കിന് 3 മാസത്തെ വാലിഡിറ്റി ഉണ്ടല്ലോ. 3 മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ചെക്ക് പൈസയാക്കി മാറ്റിയാൽ പോരെ, ആ ചെക്ക് റിയലൈസ് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് ചെക്ക് കിട്ടിയ 1 മാസം കഴിഞ്ഞിട്ടേ ആ ചെക്ക് പണമാക്കി മാറ്റുന്നുള്ളൂ എന്ന് വിചാരിച്ചോളൂ. ചെക്ക് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിക്കും. ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിച്ചാൽ ബാങ്കിന്റെ ബാലൻസ് കൂടി എന്നർത്ഥം. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസ് കൂടി എന്നർത്ഥം. നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് ആ ചെക്ക് ക്യാഷ് ആക്കി മാറ്റുന്നുള്ളൂ. അപ്പോ പാസ്ബുക്കിൽ എപ്പോഴാ പൈസ കൂടുക? പാസ്ബുക്കിലെ ബാലൻസ് എപ്പോഴാ കൂടുക? 1 മാസം കഴിഞ്ഞതിന് ശേഷം. കാരണം 1 മാസം കഴിഞ്ഞിട്ടേ നമ്മൾ ആ ചെക്ക് റിയലൈസ് ചെയ്യുന്നുള്ളൂ, ആ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരേ സമയത്ത് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കൂടിയിട്ടും ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസ് കൂടിയിട്ടും പാസ്ബുക്കിന്റെ ബാലൻസ് കൂടാതിരിക്കുന്നുണ്ടാവും. അപ്പോ ഈ ഒരു സാഹചര്യം സംഭവിക്കുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും തുല്യമല്ലാതെ വരും. ഇതാണ് ഈ ഒരു ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസ് വ്യത്യാസം വരാനുള്ള രണ്ടാമത്തെ കാരണം. എന്താണ്? ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. മൂന്നാമത്തെ എന്താണ്? ഇൻട്രസ്റ്റ് എക്സെട്ര ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് നോട്ട് ഷോൺ ഇൻ ദി ക്യാഷ് ബുക്ക്. ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കുന്ന സമയത്ത് ബാങ്ക് നമുക്ക് പലിശ തരുമല്ലോ.
ബാങ്ക് നമുക്ക് പലിശ തരുന്നത് ആദ്യം ആരാ അറിയാം? ബാങ്ക് തന്നെയാണ് അറിയാം. ബാങ്ക് നമുക്ക് പലിശ തരുമ്പോൾ ബാങ്ക് ആദ്യം നമ്മുടെ പാസ്ബുക്കിൽ നമ്മുടെ ആ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് അവരുടെ സിസ്റ്റത്തിൽ കയറ്റി വെക്കും. ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ അവർ ഇൻട്രസ്റ്റ് കാണിക്കും. അതായത് പാസ്ബുക്കിലാണ് ആദ്യം ഇൻട്രസ്റ്റ് ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തന്നാൽ അത് പാസ്ബുക്കിലാണ് ആദ്യം രേഖപ്പെടുത്തുക. അപ്പോ ബാങ്കിലുള്ള നമ്മുടെ അക്കൗണ്ടിൽ പൈസ കൂടും. നമുക്ക് ഇൻട്രസ്റ്റ് തരുന്ന സമയത്ത് ബാങ്കിലുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കൂടും. ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തന്നത്, പലിശ തന്നത് നമ്മൾ എപ്പോഴാ അറിയാം? ഒന്നല്ലെങ്കിൽ ബാങ്ക് പോയിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ബാങ്ക് നമ്മളോട് ഇൻഫോം ചെയ്യുമ്പോൾ. ബാങ്കിൽ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ബാങ്കിൽ പോയി നോക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ അടുത്തൊന്നും നമ്മൾ ബാങ്കിൽ പോയിട്ടില്ല. ഈ ബാങ്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഇപ്പൊ അടുത്തൊന്നും നമ്മൾ ബാങ്കിൽ പോയി നോക്കാത്തത് കൊണ്ട് ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോഴെന്താ സംഭവിക്കുക? ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരുമ്പോൾ നമ്മുടെ ബാങ്കിലുള്ള പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ടാവും. പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് കൂട്ടിക്കാണിച്ചാൽ തുല്യമാക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും കൂട്ടിക്കാണിക്കണം. ഇങ്ങനെ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് കൂട്ടിക്കാണിക്കാൻ നമുക്കറിയുന്നില്ല. നമ്മൾ ഈ ബാങ്ക് ഇൻട്രസ്റ്റ് തന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ ബാങ്ക് ഇൻട്രസ്റ്റ് തന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ പാസ്ബുക്കിലെ ബാലൻസ് കൂടിയിട്ടും ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടാതിരിക്കുന്നുണ്ടാവും. പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസ് കൂടിയിട്ടും ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസ് കൂടാതിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതാണ് മൂന്നാമത്തെ സാഹചര്യം. ക്യാഷ് ബുക്കിന്റെ ബാങ്ക് ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും ഡിഫറൻസ് വരാനുള്ള, വ്യത്യാസം വരാനുള്ള മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം എന്താണ്? ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് നോട്ട് ഷോൺ ഇൻ ദി ക്യാഷ് ബുക്ക്. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് നോട്ട് ഷോൺ ഇൻ ദി ക്യാഷ് ബുക്ക്. ബാങ്ക് ചാർജ് ഈടാക്കി, ബാങ്ക് ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാങ്ക് ചാർജ് ഈടാക്കി എന്നർത്ഥം. ബാങ്ക് നമ്മുടെ അടുത്ത് നിന്നും ചാർജ് ഈടാക്കി. ബാങ്ക് നമുക്ക് സേവനങ്ങൾ തരുമ്പോൾ ബാങ്ക് നമ്മുടെ അടുത്ത് നിന്നും പണം ഈടാക്കും. ഇങ്ങനെ ബാങ്ക് നമ്മുടെ അടുത്ത് നിന്നും പണം ഈടാക്കുമ്പോൾ ബാങ്ക് നമ്മുടെ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം എടുക്കും. ബാങ്ക് നമുക്ക് സേവനങ്ങൾ തരുമ്പോൾ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ സേവനത്തിന് ഒരു നിരക്ക് ഈടാക്കും, സർവീസ് ചാർജ് ഈടാക്കും. ഇങ്ങനെ ബാങ്ക് നമുക്ക് സേവനങ്ങൾ തരുന്ന സമയത്ത് ബാങ്ക് നമ്മളെ അക്കൗണ്ടിൽ നിന്നും ഈടാക്കിയ തുകയെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. ബാങ്ക് നമ്മുടെ അടുത്ത് നിന്ന് സർവീസ് ചാർജ് ഈടാക്കുമ്പോൾ, സേവന നിരക്ക് ഈടാക്കുമ്പോൾ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം എടുക്കും. ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും സേവന നിരക്കിന് വേണ്ടിയിട്ട്, സർവീസ് ചാർജിന് വേണ്ടിയിട്ട്, ബാങ്ക് ചാർജിന് വേണ്ടിയിട്ട് പണം എടുത്ത കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പണം എടുത്തിട്ടുണ്ട്, ചാർജ് ഈടാക്കിയിട്ടുണ്ട്, അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ബാങ്ക് ചാർജ് ഈടാക്കുന്ന സമയത്ത് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും കുറച്ച് കാണിക്കും. പാസ്ബുക്കിന്റെ ബാങ്ക് ബാലൻസിൽ നിന്ന് കുറച്ച് കാണിക്കും. ക്യാഷ് ബുക്കിന്റെ ബാങ്ക് ബാലൻസിൽ നിന്ന് എപ്പോഴാണ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക? ബാങ്കിൽ പോയി നോക്കി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്ന സമയത്താണ് ബാങ്ക് നമ്മുടെ അടുത്ത് നിന്ന് ചാർജ് ഈടാക്കിയിട്ടുള്ള കാര്യം നമ്മൾ അറിയുള്ളൂ. അപ്പൊ ബാങ്കിൽ പോയി നോക്കാത്തിടത്തോളം കാലം ബാങ്ക് ചാർജ് ഈടാക്കിയത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ക്യാഷ് ബുക്കിന്റെയും പാസ്ബുക്കിന്റെയും പൊസിഷൻ എങ്ങനെയായിരിക്കും? ബാങ്ക് ചാർജ് ഈടാക്കുമ്പോൾ നമ്മുടെ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് കുറയും, ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് കുറഞ്ഞിട്ടില്ല. കാരണം ഇത് അറിയുന്നില്ല ബാങ്ക് ചാർജ് ഈടാക്കിയത്. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും വ്യത്യാസം വരും. ഇതാണ് നാലാമത്തെ കാരണം. അഞ്ചാമത്തെ കാരണം എന്താണ്? ചെക്ക് റിസീവ്ഡ് ബട്ട് ഡിസോണേഡ്. നമുക്കൊരു ചെക്ക് കിട്ടി, ആ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണമാക്കി മാറ്റാൻ കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്നും ചെക്ക് മേടിച്ച ഉടനെ തന്നെ നമുക്ക് ബാങ്ക് എന്ത് തരും? പണം തരും. എന്നിട്ട് ആ ചെക്കിൽ ആരുടെ ബാങ്ക് അക്കൗണ്ട് ആണോ കൊടുത്തത്, ആരുടെ പേരാണോ കൊടുത്തത്, അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് പിന്നീട് ആ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന തുക കളക്ട് ചെയ്യും. നമ്മൾ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ബാങ്ക് നമുക്ക് ഉടനെ തന്നെ ആ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന തുക തരും. എന്നിട്ട് ബാങ്ക് എന്ത് ചെയ്യുക? ആ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്നും ആ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന തുക എടുക്കും. ബാങ്ക് നമുക്ക് ഈ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന തുക തന്നു എന്ന് വിചാരിച്ചോളൂ, നമ്മളത് കൊണ്ടുപോയി. ബാങ്ക് പിന്നീട് ആ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന തുക കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന ആളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ആ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന അത്ര തുകയില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പൊ എന്താവും? ആ ചെക്ക് ഡിസോണഡ് ആവും, അസാധുവായി മാറും. അപ്പൊ ഇങ്ങനെ അസാധുവായി മാറുന്ന സമയത്ത് ബാങ്ക് എന്താ ചെയ്യുക? ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നമുക്ക് തന്നിട്ടുള്ള
ചെക്കിൽ പ്രകാരം നമുക്ക് എത്ര തുകയാണ് തന്നത് ആ തുക നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് പിൻവലിക്കും. കാരണം ബാങ്ക് നമുക്ക് ചെക്ക് പ്രകാരമുള്ള തുക നമുക്ക് തന്നിട്ടുണ്ട്. ബാങ്കിന് ആ ചെക്കിലുള്ള തുക കിട്ടിയിട്ടില്ല. അപ്പൊ ബാങ്ക് എന്താ ചെയ്യുക? ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ ചെക്കിൽ പ്രകാരമുള്ള തുക പിൻവലിക്കും, എടുക്കും. അപ്പൊ ഇങ്ങനെ ചെക്ക് ഡിസോണേഡ് ആയാൽ, ചെക്ക് അസാധുവായി മാറിയാൽ അത് ആദ്യം എവിടെയാണ് ഫസ്റ്റ് എൻ്റർ ചെയ്യുക, ആദ്യം എവിടെ രേഖപ്പെടുത്തുക? ചെക്ക് അസാധുവായി മാറുന്നത് ആരാ അറിയുക? ഫസ്റ്റ് ബാങ്ക് അറിയാം. കാരണം ബാങ്കിന്റെ കയ്യിലാണ് നമ്മൾ ചെക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബാങ്ക് നേരെ പാസ്ബുക്കിൽ നിന്നും അസാധുവായി മാറിയ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന തുക നമ്മുടെ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എടുക്കും, ബാങ്ക് ബാലൻസ് നിന്ന് എടുക്കും. അപ്പോൾ പാസ്ബുക്കിൽ നിന്നും ബാങ്ക് കുറച്ച് കാണിക്കും ഈ ഡിസോണർ ആയ ചെക്കിന്റെ തുക. നമ്മളെ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡിസോണർഡ് ആയിട്ടുള്ള ചെക്കിന്റെ തുക നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത കാര്യം നമ്മൾ എപ്പോഴാണ് അറിയാം? ബാങ്ക് നമ്മളോട് ഇൻഫോം ചെയ്യുന്ന സമയത്ത്, അഥവാ നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്ന സമയത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിസോണർഡ് ആയ ചെക്കിന്റെ തുക നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് എടുത്തിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്തൊന്നും ബാങ്കിൽ പോകുന്നില്ല എന്ന് വിചാരിക്കുക, ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ ബാങ്കിൽ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു 10 ദിവസത്തിന്റെ ഗ്യാപ്പിൽ പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാവും, ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് കുറയാതെയും കിടക്കുന്നുണ്ടാവും. പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസ് എന്തുകൊണ്ടാണ് കുറഞ്ഞത്? ചെക്ക് ഡിസോണർ ആയിരുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ആ ഡിസോണർ ആയ ചെക്കിന്റെ പണം ബാങ്ക് എടുത്തത്. ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് കുറയാതിരിക്കാനുള്ള കാരണം എന്താ? ചെക്ക് ഡിസോണർ ആയ കാര്യം നമ്മൾ അറിയുന്നില്ല, ബാങ്ക് നമ്മളെ ഇൻഫോം ചെയ്യാത്ത കാലത്തോളം. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും ഈക്വൽ അല്ലാതെ വരും. അതാണ് 5ാമത്തെ കാരണം. 6ാമത്തെ കാരണം എന്താ? ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ടു ദ ബാങ്ക് ബൈ ട്രേഡേഴ്സ് കസ്റ്റമർ ഓർ ഡെപ്പോസിറ്റേഴ്സ് കസ്റ്റമർ. ഡെപ്പോസിറ്റർ അഥവാ ട്രേഡറുടെ ഒരു കസ്റ്റമർ, നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ നേരിട്ട് പണം തരുന്നതിന് പകരം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നെഫ്റ്റോ RTGS ഒക്കെ വഴി, ഫണ്ട് ട്രാൻസ്ഫർ വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം അയച്ചെന്ന് വിചാരിച്ചോളൂ. കസ്റ്റമർ നമുക്ക് നേരിട്ട് പണം തരുന്നില്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നെഫ്റ്റോ RTGS ഒക്കെ വഴി പണം അയച്ചു തരുമെന്ന് വിചാരിച്ചോളൂ. ഈ കസ്റ്റമർ പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അയച്ചു തരുമ്പോൾ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കൂടും. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് കൂട്ടി കാണിക്കണമെങ്കിൽ എന്ത് അറിയണം? നമ്മൾ ഈ കസ്റ്റമർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ അയച്ചെന്ന കാര്യം അറിയണം. ഈ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഇത്ര പണം അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നമ്മളോട് ഇൻഫോം ചെയ്തിട്ടില്ല നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു കസ്റ്റമർ ഇത്ര പണം അയച്ചു തന്നിട്ടുണ്ടെന്ന കാര്യം ബാങ്കും പറഞ്ഞിട്ടില്ല, ഈ പണം അയച്ചു തന്നിട്ടുള്ള കസ്റ്റമറും പറഞ്ഞു തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസിന്റെ തുക കൂടിയിട്ടുണ്ടാവും. ക്യാഷ് ബുക്കിൽ കൂട്ടി കാണിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ പാസ്ബുക്കിൽ കൂട്ടി കാണിച്ച സെയിം തുക ക്യാഷ് ബുക്കിലും കൂട്ടി കാണിക്കണമെങ്കിൽ എന്താ ചെയ്യുക? എന്ത് ചെയ്യണം? ഈ കസ്റ്റമർ ഒന്നല്ലെങ്കിൽ നമ്മളോട് പറയണം, അല്ലെങ്കിൽ ബാങ്ക് നമ്മളോട് ഇൻഫോം ചെയ്യണം. ഇത് രണ്ടും നടക്കാത്ത സമയം എന്താ സംഭവിക്കുക? ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ടാവും, പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ടാവും. പാസ്ബുക്ക് പ്രകാരം ബാങ്ക് കീപ്പ് ചെയ്യുന്ന പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസ് കൂടിയിട്ടുണ്ടാവും. ക്യാഷ് ബുക്ക് പ്രകാരം ഉള്ള ബാങ്കിന്റെ ബാലൻസ് കൂടിയിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ അറിയുന്നില്ല നമ്മുടെ കസ്റ്റമർ നേരിട്ട് ബാങ്കിലേക്ക് പണം അയച്ചെന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും ഈക്വൽ അല്ലാതെ വരും, തുല്യമല്ലാതെ വരും. അതാണ് ഈ 6ാമത്തെ സാഹചര്യം. 7ാമത്തെ സാഹചര്യം എന്താണ്? പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ദി കസ്റ്റമർ ഓർ ഡെപ്പോസിറ്റർ. പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ദി കസ്റ്റമർ. നമ്മൾ പേയ്മെന്റ് നടത്തുന്നതിന് പകരം നമ്മുടെ പേയ്മെന്റ് ബാങ്ക് അടയ്ക്കാന്ന് വിചാരിച്ചോളൂ. നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, നമ്മുടെ വൈദ്യുത ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, കുടിവെള്ള ബില്ലൊക്കെ ബാങ്ക് അടയ്ക്കും. ബാങ്കിന് നമ്മൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ, നിർദ്ദേശം കൊടുത്താൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ KSEBക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, അത് ബാങ്ക് അടച്ചോളും. ഇങ്ങനെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, മറ്റു ബില്ലുകളൊക്കെ നമ്മുടെ പേയ്മെന്റ് ബാങ്ക് നടത്തി എന്ന് വിചാരിക്കുക. നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, വൈദ്യുത ബില്ല് ബാങ്ക് കൊടുത്തു എന്ന് വിചാരിക്കാം. നമുക്ക് വൈദ്യുത ബില്ല് എത്ര രൂപയാണ് വന്നത്, അതുപോലെ ബാങ്ക് അടച്ചത് നമുക്ക് അറിയുന്നില്ല. ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം എടുത്തിട്ടാണ് നമ്മുടെ വൈദ്യുത ബില്ല് KSEBക്ക് അടച്ചത്. ബാങ്ക് നമ്മുടെ വൈദ്യുത ബില്ല് അടച്ചത് എത്ര തുകയാണ് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ അറിയാത്ത കാലത്തോളം നമുക്കത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താൻ നമ്മൾ കഴിയില്ല. അപ്പോൾ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം എടുത്തിട്ടാണ് ഇങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ല് ഒക്കെ കൊടുക്കുക. ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം എടുക്കുമ്പോൾ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം കുറയും. ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ച് കാണിക്കണമെങ്കിൽ നമ്മൾ എഴുതി തയ്യാറാക്കുന്ന
ക്യാഷ് ബുക്കിൽ നിന്ന് ഈ കറണ്ട് ബില്ല് അടച്ചത് തുക കുറച്ച് കാണിക്കണമെങ്കിൽ, ക്യാഷ് ബുക്കിലും കുറച്ച് കാണിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് രണ്ടും നടക്കാത്ത കാലത്തോളം പാസ്ബുക്കിൽ നിന്ന് കറണ്ട് ബില്ലിന്റെ തുക കുറച്ച് കാണിച്ചിട്ടുണ്ടാവും, ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ച് കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ രണ്ടും ഡിഫറൻസ് വരും. ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും ഡിഫറൻസ് വരും. അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാങ്ക് ബാലൻസ് വ്യത്യാസം വരാനുള്ള ഏഴാമത്തെ കാരണം. എട്ടാമത്തെ കാരണം എന്താണ്? ഡിസോണർ ഓഫ് എ ബില്ല് ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്. ഡിസോണർ ഓഫ് എ ബില്ല് ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്. നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാണ്, ഡ്രോയർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്യാഷിന്റെ വേണ്ടിയിട്ട്, ഡ്രോയർക്ക് പെട്ടെന്നുള്ള പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡ്രോയർ എന്ത് ചെയ്യും? ഡ്യൂ ഡേറ്റ് വരെ, മെച്യൂരിറ്റി ഡേറ്റ് വരെ ഒന്നും കാത്തിരിക്കാതെ അദ്ദേഹത്തിന്റെ കൈവശം വെച്ചിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യും. ഡ്രോയർ അഥവാ ഡെപ്പോസിറ്റർ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യും. ഇങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഈ ഡ്രോയർ അദ്ദേഹത്തിന്റെ ബാങ്കിൽ പോയിട്ട് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈ ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ബാങ്ക് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രകാരമുള്ള തുക ആർക്ക് കൊടുക്കും? നമ്മുടെ ഡ്രോയർക്ക് അഥവാ ഡെപ്പോസിറ്റർക്ക് കൊടുക്കും. ഇങ്ങനെ മെച്യൂരിറ്റി ഡേറ്റിന്റെ സമയത്ത്, ഡ്യൂ ഡേറ്റിന്റെ സമയത്ത് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൈവശം വെച്ചിരിക്കുന്ന ബാങ്ക് ആ ഡ്യൂ ഡേറ്റിന്റെ സമയത്ത്, മെച്യൂരിറ്റി ഡേറ്റിന്റെ സമയത്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർ ആയി എന്ന് വിചാരിച്ചു. ഈ ഡ്രോയർ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള, ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് മെച്യൂരിറ്റി ഡേറ്റിന്റെ സമയത്ത്, ഡ്യൂ ഡേറ്റിന്റെ സമയത്ത് ഡിസോണർ ആയി എന്ന് വിചാരിച്ചോളൂ, അസാധുവായി മാറി എന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ ഡ്രോയർ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് അസാധുവായി മാറിയാൽ ബാങ്കിന് പിന്നെ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രകാരമുള്ള തുക ഡ്രോയിയുടെ കയ്യിൽ നിന്ന് കിട്ടില്ല. അപ്പൊ ബാങ്ക് എന്താ ചെയ്യുക? ഡ്രോയിയുടെ കയ്യിൽ നിന്നും പണം കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഡ്യൂ ഡേറ്റിന്റെ സമയത്ത്, മെച്യൂരിറ്റി ഡേറ്റിന്റെ സമയത്ത് ഡ്രോയറുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡെപ്പോസിറ്ററുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം എടുക്കും. അപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർ ആയാൽ, അസാധുവായി മാറിയാൽ, അസാധുവായി മാറുന്ന ആ ഡേറ്റിന് എന്നാണ് അസാധുവായി മാറിയത്? അസാധുവായി മാറിയ തീയതി, ഡേറ്റിൽ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് നമ്മുടെ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞിരിക്കുന്ന തുക എടുക്കും. അപ്പോൾ ഇങ്ങനെ ബാങ്ക് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർ ആയതിനു ശേഷം നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ പണം എടുത്തത് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ ബാങ്കിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ബാങ്ക് നമ്മളോട് ഇൻഫോം ചെയ്യുമ്പോഴാണ് ഈ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർ ആയത്, അസാധുവായി മാറിയത് നമ്മൾ അറിയുന്നത്. ഇങ്ങനെ ബാങ്കിൽ പോയി നോക്കാത്ത കാലത്തോളം, ബാങ്ക് നമ്മളോട് ഇൻഫോം ചെയ്യാത്ത കാലത്തോളം ഇങ്ങനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർ ആയത് നമ്മൾ അറിയില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അവര് നമ്മുടെ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം എടുത്തിട്ടുണ്ട്, ഡിസോണർ ആയ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ പണം പിൻവലിച്ചിട്ടുണ്ട് ബാങ്ക്. പക്ഷെ ക്യാഷ് ബുക്കിൽ നിന്ന് നമ്മൾ ഈ പണം കുറച്ചിട്ടില്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർ ആയ തുക നമ്മൾ കുറച്ചിട്ടില്ല ക്യാഷ് ബുക്കിൽ നിന്ന്. രണ്ടും തുല്യമാക്കണമെങ്കിൽ ക്യാഷ് ബുക്കിൽ നിന്ന് കുറയ്ക്കണം. ക്യാഷ് ബുക്കിൽ നിന്ന് കുറയ്ക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഇത് അറിയണം, നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് അസാധുവായി മാറിയ കാര്യം. ഇത് അറിഞ്ഞിട്ടില്ല എങ്കിൽ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും രണ്ടും രണ്ടായിരിക്കും, ഡിഫറൻസ് വരും. അതാണ് ഈ ഒരു എട്ടാമത്തെ കാരണം, ഡിസോണർ ഓഫ് എ ബില്ല് ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്. അപ്പോൾ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും വ്യത്യാസം വരാനുള്ള 8 കാരണങ്ങൾ നമ്മൾ നോക്കി. 1, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. 2, ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. 3-ാമത്തേത് എന്തായിരുന്നു? ഇൻട്രസ്റ്റ് എക്സെട്ര ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് നോട്ട് ഷോൺ ഇൻ ദി ക്യാഷ് ബുക്ക്. 4-ാമത്തെ എന്തായിരുന്നു? ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് നോട്ട് ഷോൺ ഇൻ ദി ക്യാഷ് ബുക്ക്. 5-ാമത്തെ എന്തായിരുന്നു? ചെക്ക് റിസീവ്ഡ് ബട്ട് ഡിസോണഡ്. 6-ാമത്തെ എന്തായിരുന്നു? ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ടു ബാങ്ക് ബൈ ട്രേഡേഴ്സ് കസ്റ്റമർ. 7-ാമത്തെ എന്തായിരുന്നു? പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ദി കസ്റ്റമർ ഓർ ഡെപ്പോസിറ്റർ നോട്ട് ഷോൺ ഇൻ ദി ക്യാഷ് ബുക്ക്. 8-ാമത്തെ എന്തായിരുന്നു? ഡിസോണർ ഓഫ് എ ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്. ഇതാണ് ഈ 8 കാരണങ്ങളാണ് ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും വ്യത്യാസം വരാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള 2 ടോപ്പിക്കുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന്, കോൺസെപ്റ്റ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. അതിൽ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ കോസസ് ഓഫ് ഡിഫറൻസ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്കിലെയും ബാങ്ക് പാസ്ബുക്കിലെയും ബാലൻസ് വ്യത്യാസം വരാനുള്ള കാരണങ്ങളും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.